ഹലോ, ഇന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുറച്ച് കൊഞ്ച് കിട്ടിയതായതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞ് സവാളയും 4-5 കൊച്ചുള്ളി എടുത്തു. കൊച്ചുള്ളി ഇച്ചിരി വലുതായിരുന്നു. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ തക്കാളി എടുത്ത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചിട്ട് തക്കാളിയും പിന്നെ കുഞ്ഞുള്ളിയും സവാളയൊക്കെ അരിയാണ് ചെയ്തത്. ശേഷം ഞാൻ അടുപ്പിൽ ചട്ടി വെച്ച്. ഈ പുക വരുന്ന കാര്യം വേറൊന്നും കൊണ്ടല്ല, ഫ്ലെയിം കൂടിപ്പോയി. ഞാൻ നേരത്തെ കത്തിച്ച് വെച്ചായിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഞാൻ കടുക് ചേർക്കണേ. കടുകിൻ്റെ അടപ്പ് നല്ല ഇറുക്കമുള്ളതാണ്, അതാണ് താമസം. അതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലോട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടുത്തത് ആ കുഞ്ഞുള്ളിയും സവാളയും അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടെ അതിനകത്ത് ചേർത്തേ. എന്നിട്ടും അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ്, അത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പും കുറച്ച് കറിവേപ്പിലയും അതിനകത്ത് ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അത് അടച്ചു വെച്ച്. പിന്നെ കുറച്ച് തേങ്ങ മതി. അത് ഇതിൻ്റെ അവസാനം ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടിയാണ്. അതെടുത്ത് തിരുമിയിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് 1/4 പാൽ മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം തക്കാളി, ഉള്ളിയൊക്കെ വഴണ്ടി വന്നതിന് ശേഷം തക്കാളി ചേർത്തതിന് ശേഷം അത് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് അതും ഇളക്കിയതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് അതിനകത്തോട്ട് ചേർത്ത് ഉപ്പും ചേർത്ത് അതും ജസ്റ്റ് ഒന്ന് ഇളക്കി അതിനൊന്ന് അടച്ചു വെച്ച്. അപ്പോൾ അതിൽ തന്നെ കൊഞ്ചിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ആഡ് ചെയ്ത്, കാര്യം കൊഞ്ച് ഇത്തിരി കൂടെ വേവാനുണ്ട്. എന്നിട്ട് അത് ഞാൻ അടച്ച് വെച്ച് തുറന്നപ്പോഴത്തേക്ക് ഏകദേശം അത് വെന്ത്. ശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലില്ലേ, ആ തേങ്ങാപ്പാൽ 1/4 പാൽ മാത്രമാണ്, അത് കട്ടി ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് എന്നിട്ടത് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കിയെന്നാണ് ഈ കാണുന്നത്. അത് തീ നല്ലതുപോലെ വരണ്ട്